മലയാളികൾക്കൊരു ഓണസമ്മാനം റെയിൽവേയുടെ വകയാണ്. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 4 അധിക കോച്ചുകൾ റെയിൽവേ അനുവദിച്ചു. ട്രെയിനിലെ ആകെ കോച്ചുകളുടെ എണ്ണം ഇനി 16 ആണ് ഇപ്പോൾ ഉള്ളത്. അത് 20ആയി ഉയരും. കാരണം ഈ വന്ദേ ഭാരത് വളരെ ലാഭത്തിൽ ഓടുന്ന റെയിൽവേയുടെ ട്രെയിനാണെന്ന് നമുക്ക് അറിയാം. അതായത് ഓടാൻ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ലാഭത്തിൽ ഓടുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് കേരളത്തിൽ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്ദേ ഭാരതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തിരക്കുകൾ കൂടിയിട്ടുണ്ട്. തിരക്ക് കൂടിയത് പ്രമാണിച്ച് ഓണക്കാലത്ത് ഒരു സമ്മാനമായിട്ട് റെയിൽവേ വന്നിരിക്കുന്നു. 16 കോച്ചുകൾ 20 കോച്ചുകളായി വരും. ഈ മാസം 9-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ശരിക്കും ഈ തിരുവനന്തപുരം മംഗലാപുരം 20 കോച്ചായി. അപ്പോൾ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതിൻ്റെ അവസ്ഥയോ? ഇരു സർവീസുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രക്കാർക്ക് ഇനി മുതൽ 20 കോച്ചുകൾ ഉണ്ടാകും. കൂടുതൽ പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് നിലവിൽ റെയിൽവേയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് എന്തായാലും ഒരു ഓണസമ്മാനം എന്ന രീതിയിൽ ഈ തിരുവോണത്തലേന്ന് ഇത്തരത്തിൽ റെയിൽവേ കോച്ചുകളുടെ എണ്ണം ഇനി ഈ ട്രെയിനുകളിൽ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും പോകുന്ന ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 20 ആയിരിക്കും. നേരത്തെ 14 ചേർക്കർ കോച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 18 ഉയർത്തി. ഒപ്പം തന്നെ 2 എക്സിക്യൂട്ടീവ് ക്ലാസ്സുകളുടെ അതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് 20 കോച്ചുകൾ വരുന്നത്. 9-ാം തീയതി, ഈ മാസം 9-ാം തീയതി മുതലാണ് ഈ അധിക കോച്ചുകളുമായി ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബുക്കിംഗ് ഒക്കെ തന്നെ ഓപ്പൺ ആവും. കൂടുതൽ യാത്രക്കാർക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യാനൊരു സൗകര്യം ലഭിക്കുമെന്നാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്ന മറ്റൊരു വന്ദേ ഭാരത് എക്സ്പ്രസിനും സമാനമായ രീതിയിൽ കോച്ചുകളുടെ എണ്ണം റെയിൽവേ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഈ മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിന് വന്ദേ ഭാരത് എക്സ്പ്രസിന് കോച്ചുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് കൂടുതൽ യാത്രക്കാർക്ക് ഉപയോഗപ്രദമാവും. SKN സൂചിപ്പിച്ചതുപോലെ ഈ ട്രെയിൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഈ വണ്ടിയിൽ ടിക്കറ്റ് ലഭിക്കാത്ത വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമ്മൾ തന്നെ പലതവണ ശ്രമിച്ചാലാണ് നമുക്കൊരു ടിക്കറ്റ് ലഭിക്കുന്ന സാഹചര്യം. ഇനി എന്തായാലും കോച്ചുകളുടെ എണ്ണം കൂടുമ്പോൾ സാധാരണ യാത്രക്കാർക്ക് അത് വലിയ പ്രയോജനമാകും. 4 അധിക ചെയർ കോച്ചുകളാണ് റെയിൽവേ എന്തായാലും ഓണസമ്മാനമായി മലയാളികൾക്ക് ഈ ട്രെയിനിന് അഡീഷണലി നൽകിയിരിക്കുന്നത്. 9-ാം തീയതി മുതൽ ഈ പുതിയ കോച്ചുകൾ വെച്ചായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക. അങ്ങനെ 20 കോച്ചായി വന്ദേ ഭാരതിൻ്റെ വലിപ്പം വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിലെ SKN. അങ്ങനെയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരം മംഗലാപുരം തിരുവനന്തപുരം ഈ 2 റൂട്ടിലും 4 കോച്ചുകൾ വീതം അധികമാക്കി 20 കോച്ചുകളിലൂടെ വന്ദേ ഭാരത് ഓടിത്തുടങ്ങും. ഈ മാസം തന്നെ ഈ 9-ാം തീയതി തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. എനിക്കൊന്ന് നാളെ മുതൽ തന്നെ ബുക്കിംഗ് ഓപ്പൺ ആവാനും സാധ്യതയുണ്ട്. ഒരു 4 കോച്ച് കൂടി അധികം ലഭിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ആളുകൾക്ക് ഇതിൽ സഞ്ചരിക്കാൻ കഴിയും. പലതുകൊണ്ടും വളരെ സൗകര്യമാണ്. പിന്നെ ലേശം ഭക്ഷണമൊക്കെ ഇത്തിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ പരാതി പറഞ്ഞിട്ടും കാര്യം വന്ദേ ഭാരതിൻ്റെ ഒരു നിലവാരത്തിനനുസരിച്ച് പലപ്പോഴും അതിന് ഫുഡ് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ചില പരാതികളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ചാൽ നല്ല ക്ലീൻ ട്രെയിനാണ് വന്ദേ ഭാരത്. ആൾക്കാരും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ടോയ്ലറ്റൊക്കെ വൃത്തികേടാകാതിരിക്കാനൊക്കെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ട്രെയിനായിട്ട് വേണം കാണാൻ. നമുക്ക് അഭിമാനത്തോടെ കയറി പോകാനും സഞ്ചരിക്കാനുമുള്ള ട്രെയിനായി വന്ദേ ഭാരത് തുടരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.